അല്ലാഹു റഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇൻഷാ അല്ലാഹ് ഇന്ന് എന്ത് വിഷയമാണ് ചർച്ച ചെയ്യേണ്ടത് ഞാനിങ്ങനെ ആലോചിച്ചു. സത്യം പറഞ്ഞാൽ ഇന്ന് പള്ളി ജുമായുടെ സമയത്ത് വന്നു. അൽഹംദുലില്ലാഹ് നമസ്കാരം കിട്ടി ഭാഗ്യത്തിന്. അൽഹംദുലില്ലാഹ് ഞാനും പേടിച്ച് സാധാ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 10:30 കഴിഞ്ഞു. എന്തോ ബ്ലോക്ക് എന്നറിയോ റോഡിലൊക്കെ. അൽഹംദുലില്ലാഹ് എങ്കിലും വന്നു, ഉള്ളവരാവട്ടെ. ഇൻഷാ അല്ലാഹ് നിസ്കരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇപ്പോൾ ഉദ്ഹിയയുടെ കാര്യമാണല്ലോ, ഇൻഷാ അല്ലാഹ് അതുമായിട്ട് ഇങ്ങനെ ഇറങ്ങി. അൽഹംദുലില്ലാഹ് ഇങ്ങനെ ഇപ്പോൾ എനിക്ക് ഇന്ന് എന്ത് പ്രസംഗിക്കുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. സത്യം പറഞ്ഞാൽ ഇന്ന് പോയിട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ കറങ്ങി സങ്കടത്തോടു കൂടിയാണ് തിരിച്ചു വന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ പോയി മൃഗങ്ങളെയൊക്കെ കണ്ടു. അൽഹംദുലില്ലാഹ് ഒരുപാട് സഹോദരങ്ങൾ, അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളൊരു മൃഗത്തെ വാങ്ങാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് പോയി. ഒരു ചെറുപ്പക്കാരൻ 2 വലിയ പോത്ത് നല്ലതുപോലെ നോക്കുന്നു. മുസ്ലിം പോലുമല്ല, പക്ഷെ നല്ല സ്നേഹമുള്ളവൻ. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട അച്ഛൻ ക്യാൻസർ രോഗം വന്ന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ചികിത്സയിലാണ്. അല്ലാഹു ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല മനോഹരമായ ഇപ്പം ഇങ്ങനെ പോത്തുകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോയി. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ പോത്തിന് വില പറയുമ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നല്ല ഓർമ്മ എൻ്റെ മനസ്സിൽ. അതെന്നെ വിഷയമായി പറയാമെന്ന് ഞാൻ കരുതി. ഇതിപ്പോ നമ്മൾ കച്ചവടത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നുമല്ല. ഇത് ഞങ്ങൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതാണ്, പെരുന്നാൾ ദിവസം അറുത്തു കൊടുക്കുന്നതാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് പറഞ്ഞു, അറിയാതെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ഇടയിൽ വന്നപ്പോൾ ഒരു വാക്ക്, ദൈവത്തിന്റെ തൃപ്തിക്ക് വേണ്ടി കൊടുക്കുമ്പോൾ വിലയൊക്കെ നോക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്ക്, ദൈവത്തിന്റെ തൃപ്തിക്ക് വേണ്ടി ദൈവത്തിന് കൊടുക്കുമ്പോൾ, അള്ളാന് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ വിലയൊക്കെ നോക്കണുണ്ടോ? വില നോക്കണ്ടെന്നല്ല, കടലിൽ എറിഞ്ഞാലും അളന്നിട്ടെന്ന് പറയാ ആൾക്കാർ പറയാറ്. കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കണം. ഒരു വില പേശല് പോലും അത്ര നല്ലതല്ല. വില പേശല് തന്നെ ശരിയല്ലല്ലോ. അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കണമെന്ന്. അൽഹംദുലില്ലാഹ് നമ്മുടെ മുബാശക്ക അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നമ്മളിവിടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇൻഷാ അല്ലാഹ് അങ്ങനെ പോയിട്ട് ഉസ്താദേ നല്ലൊരെണ്ണം വേണം, നമ്മളെ വിളിച്ചുകൊണ്ട് പോയി. അൽഹംദുലില്ലാഹ് നല്ല കൊണ്ടുപോയിട്ടൊരു പോത്ത് കാണിച്ചു. മതിയോ ഉസ്താദേ? അൽഹംദുലില്ലാഹ് ഒരു ഷെയർ കൂടാൻ തീരുമാനിച്ച മനുഷ്യനാ. ഇപ്പം ഭാര്യയും മക്കളെല്ലാം കൂടെ കൊണ്ടുപോകാൻ മനോഹരമായ, കണ്ടാൽ അൽഹംദുലില്ലാഹ് എല്ലാവരും നല്ലതെന്ന് പറയുന്ന രീതിയിലുള്ളൊരു നല്ലൊരു മൃഗത്തെയാണ് അദ്ദേഹം വാങ്ങിച്ചിട്ടുള്ളത്. അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസിനസ്സിലും പൊതുപ്രവർത്തനങ്ങളിലും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുഞ്ഞിന് അള്ളാഹുവെ ഇവരുടെ കുടുംബത്തിന് നീ കരുണ കാണിക്കണേ റഹ്മാനെ, ശിഫാ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അങ്ങനെ ഒരുപാട് പേര് അൽഹംദുലില്ലാഹ് ചോക്കണ്ണനൊക്കെ പോയി നോക്കിയിട്ട് ഇന്ന് 55,000 വരെ പറഞ്ഞിട്ട് വന്നിരിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പൊ ഓരോ മനുഷ്യനും എല്ലാവരും നല്ലത് വേണം. 2-3 ചെറിയ മൃഗങ്ങളെ കണ്ടപ്പോൾ ഇത് വേണ്ട, എന്തിന്? കൊടുക്കുമ്പോ നല്ലത് കൊടുക്കുക, അതാ മനസ്സ്. കൊടുക്കുന്ന സമയത്ത് നല്ലത് കൊടുക്കുക. ഒരിക്കലും മുഖം ചുളിയാൻ പാടില്ല. ഒരാൾക്കൊരു പാവപ്പെട്ടവനൊരു സംഭാവന കൊടുക്കുമ്പോൾ പോലും ആ മനുഷ്യന്റെ മുഖം ചുളിയരുത്. ഹദീസിൽ കാണാം, അത് വേറെ ആരെങ്കിലും നിനക്ക് തന്നാൽ നിന്റെ മുഖം ചുളിയരുത്. അങ്ങനത്തെ വേണം കൊടുക്കാൻ. അല്ലാഹുവിന് വേണ്ടി കൊടുക്കുമ്പോ നിങ്ങളൊക്കെ കൊടുക്കുമ്പോ നല്ലത് കൊടുക്കണം ഇൻഷാ അല്ലാഹ്. ഒന്നും നോക്കണ്ട, അല്ലാഹ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ ഒരു മടിയും വേണ്ട. കൊടുത്താൽ അൽഹംദുലില്ലാഹ് അല്ലാഹു തിരിച്ചു തരും. അതാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ ഇസ്സത്ത്. അതാ കല്യാണമൊക്കെ നടത്തുമ്പോൾ, ഞങ്ങളുടെ വീട്ടുകാരൊരു കല്യാണമൊക്കെ നടത്തുമ്പോൾ ഞങ്ങളുടെ തറവാട്ടുകാർ നല്ലതുപോലെ നടത്തണം. അതിനായി ഇത്ര ആഡംബരം, ഗാനമേളയും ചെണ്ടവും എല്ലാം വെക്കുന്നത് കുടുംബത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി. എന്നാൽ ഉളുഹിയാക്കി നിർത്തിയിരിക്കുന്ന ആ പാവം, ആ പോത്തുകുട്ടിയെ കാണുമ്പോൾ അതിനേക്കാളും ഒന്നുമില്ല. എന്റെ സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള വിഷയത്തിലാണ് നാട്ടുകാരുടെ മുന്നിൽ ഞാൻ വലിയവനാണെന്ന് തെളിയിക്കാനല്ല. അൽഹംദുലില്ലാഹ് ഇത് കാണുമ്പോൾ മറ്റൊരുത്തന് തോന്നണം, ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം എനിക്കും ഞാനും എൻ്റെ സഹോദരങ്ങളും തീരുമാനിച്ചാൽ നല്ല രീതിയിൽ ഒരെണ്ണം കൊടുക്കാൻ കഴിയുമല്ലോ. ആ ഒരു നല്ല മനസ്സുണ്ടാകാൻ, അല്ലാതെ അഹങ്കാരമായി പോകരുത്. അങ്ങനെയല്ല. അൽഹംദുലില്ലാഹ് അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്ക്, അദ്ദേഹം പറഞ്ഞത് ദൈവത്തിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ തൃപ്തി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ തൃപ്തിയാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. നമ്മൾ അള്ളാഹിന്റെ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അള്ളാഹുവിന്റെ തൃപ്തിയാണ് നാം നേടിയെടുക്കേണ്ടത്. ആരുടെയൊക്കെ തൃപ്തി കിട്ടിയാലും അള്ളാഹുവിന്റെ തൃപ്തി ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് രക്ഷയാവുള്ളേ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പോലും നമുക്ക് പരിചയപ്പെടുത്തും നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം സ്വർഗ്ഗമാണ്.
ആ സ്വർഗത്തിന്റെ സുഖ അനുഗ്രഹങ്ങളുടെ കേന്ദ്രമായ സ്വർഗം, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, വിവർണിക്കാൻ കഴിയാത്തതായ ആ സുഖ ആഡംബരങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ സ്വർഗം. ആ സ്വർഗത്തിൽ എല്ലാവർക്കും സ്വർഗമാണ് ആഗ്രഹം. സ്വർഗത്തിൽ വീട് കിട്ടാനുള്ള വഴിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവർക്കും അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ വല്ലാത്ത കൊതിയാണ്. ആ സ്വർഗമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഒരു മഹാൻ പറഞ്ഞത്, പടച്ചവനെ അവിടുന്ന് സ്വർഗമാ സ്വർഗമേ, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ അമലുകൾ ചെയ്യുന്നത് സ്വർഗത്തിൽ പോകാനല്ല. എന്തിനു വേണ്ടിയാണ് ഞാൻ സൽക്കർമ്മം ചെയ്യുന്നതെന്നറിയുമോ? സ്വർഗത്തിൽ വന്നാനേ അള്ളാഹുവിനെ കാണാൻ കഴിയുകയുള്ളൂ. അള്ളാഹുവിനെ കാണണമെങ്കിൽ സ്വർഗത്തിൽ പോകണം. അതുകൊണ്ടാണ് സ്വർഗമേ നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് ഒരു മഹാനപടന്ന് പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ആ സ്വർഗത്തിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്താ? ആ സ്വർഗവാസികൾക്ക് ലഭിക്കുന്നത് അള്ളാഹുവിന്റെ തൃപ്തിയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് നേടിയെടുക്കണം. ആ തൃപ്തിയില്ലാതെ നമ്മുടെ ദുനിയാവും ആഖിറവും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാതി അദ്ൻ വരിദ്വാനും മിനല്ലാഹി അക്ബർ ദാലിക ഹുവൽ ഫൗസുൽ അലീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും ആണുങ്ങളും പെണ്ണുങ്ങളും അതാ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ അല്ലാഹു അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അല്ലാഹുവേ അരുവികൾ ഒഴുകുന്ന അതാ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്ന സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവരതിനകത്ത് നിത്യവാസികളായിരിക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അവർക്ക് താമസിക്കുവാനുള്ള പാർപ്പിടങ്ങൾ അല്ലാഹു ഒരുക്കിയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹുവിനുള്ള തൃപ്തിയാണ് അവർക്ക് അതിലെ ഏറ്റവും വലുതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സ്വർഗത്തിലെ കൊട്ടാരങ്ങളോ പഴങ്ങളോ അനുഗ്രഹങ്ങളോ പദവികളോ ഒന്നുമല്ല. ഏറ്റവും വലുത് പടച്ച റബ്ബിന്റെ തൃപ്തിയാണ്. ആ തൃപ്തിയാണ് ഒരു മുസ്ലിമിന് വേണ്ടത്. അതുകൊണ്ടാണ് ഖുർആൻ പറയുകയാണ്, ഖുൽ അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലിക ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വഅസ്വാജും മുതഹ്ഹറത്തും വറിദ്വാനും മിനല്ലാഹ് വല്ലാഹു ബസീറുൻ ബിൽ ഇബാദ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുന്നു, നബിയേ പറഞ്ഞു കൊടുക്ക് നബിയേ, അതിനേക്കാളും ഇഹലോകത്ത് സുഖങ്ങൾ നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല. ഈ സ്വർഗത്തിനെക്കാളും വലുതൊന്നുമില്ല. ആ സ്വർഗത്തിൽ അരുവികളുണ്ട്, ആ സ്വർഗത്തിൽ കൊട്ടാരങ്ങളുണ്ട്, ആ സ്വർഗത്തിൽ പെണ്ണുങ്ങളുണ്ട്, ആ സ്വർഗത്തിൽ സർവ്വ അനുഭൂതികളുമുണ്ട്. നിങ്ങൾക്ക് താമസിക്കുവാനുള്ള വീടുകളുണ്ട്, നിങ്ങളുടെ ഭാര്യമാരുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ തൃപ്തിയാ. പടച്ച റബ്ബിന്റെ തൃപ്തിയില്ലാതെ ഒരു മനുഷ്യനും അതിനകത്ത് കടക്കാൻ കഴിയില്ലല്ലോ. റബ്ബിന്റെ തൃപ്തി നമുക്ക് നേടിയെടുക്കണമല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയുകയാണ്, ഖാലല്ലാഹു ഹാദാ യൗമ യൻഫഉ സ്വാദിഖീന സിദ്ഖുഹും ലഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ.
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആ സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുകയാ. എന്നിട്ട് അവസാനം അല്ലാഹു പറയുകയാണ്, അവർക്ക് എന്റെ തൃപ്തിയാണ് വേണ്ടത്, അവരെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഞാൻ അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവരെന്നെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയമുള്ളവരെ, പടച്ച റബ്ബിന്റെ തൃപ്തിയില്ലാതെ നമുക്കൊരു രക്ഷയുമില്ലല്ലോ. എങ്ങനെയാണ് പടച്ച റബ്ബിന്റെ തൃപ്തി കിട്ടുക? നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും ഭാര്യയുടെയും മക്കളുടെയും മാതാപിതാക്കളുടെയും എല്ലാവരുടെ സ്നേഹവും തൃപ്തിയും നിനക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ലോകത്തിന്റെ അധിപനായ ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ പടച്ച റബ്ബ്, ആ റബ്ബിന്റെ തൃപ്തി നിനക്ക് ലഭിച്ചില്ലെങ്കിൽ നിന്നെക്കാളും വലിയ നഷ്ടവാളിയാരാ? അതുകൊണ്ടാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ യഖൂലു ലി അഹ്ലിൽ ജന്ന യാ അഹ്ലൽ ജന്ന യഖൂലൂന ലബ്ബൈക റബ്ബനാ വസഅദൈക. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറഞ്ഞു, അല്ലാഹു സ്വർഗ്ഗവാസികളെ വിളിക്കുകയാണ്. എന്നിട്ട് പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാണ്, അല്ലാഹു ചോദിക്കുകയാ, നിങ്ങൾ തൃപ്തരായോ? അവർ പറയും, ഞങ്ങൾ തൃപ്തരായിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സ്വർഗത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ് നബിയേ? റസൂലുള്ളാഹി പറഞ്ഞത് എന്തെന്നറിയുമോ? സ്വഹാബാ, ഇന്ന ഫിൽ ജന്നതി മഅത ദറജാ, സ്വർഗത്തിന് 100 പദവികളുണ്ട്. ഓരോ പദവികളുടെ ഇടയിൽ പടച്ചവനെ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള ദൂരമാണ് ഓരോ സ്വർഗത്തിന്റെ തട്ടുകൾ തമ്മിലുള്ള ദൂരമെന്ന് പ്രവാചകം പഠിപ്പിക്കുന്നു. അതിലെ 100ാമത്തെ സ്വർഗമാണ് ജന്നാത്തുൽ ഫിർദൗസ്. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞു കൊടുത്തത്, സഹാബാ സല്ലു അൽ ഫിർദൗസ്. നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ചാ, ഏതെങ്കിലും സ്വർഗം ചോദിച്ചാ പോരാ, ഒരുപാട് സ്വർഗമുണ്ടല്ലോ, ജന്നത്തുൻ നഈമുണ്ടല്ലോ. എന്റെ പടച്ചവനെ, പ്രവാചകൻ എവിടെന്ന് പറയുന്നു, ജന്നാത്തുൽ ഫിർദൗസ്. ചോദിച്ചാ ഫിർദൗസ് ചോദിക്കണം, ചോദിച്ചാൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം ചോദിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ, ആ സ്വർഗത്തിന്റെ പദവികളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോ, ഇത് കേട്ടിരിക്കുന്ന സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ അനുചരന്മാര് ചോദിക്കുമ്പോ അവിടെ മുത്തുനബി പറഞ്ഞതെന്തെന്നറിയുമോ? സ്വഹാബാ, അത് പടച്ച റബ്ബിനെ കാണലാ, അത് അല്ലാഹുവിന്റെ ലിഖാ കാണലാ. അല്ലാഹനെ കാണുന്നതിനേക്കാളും വലിയ സന്തോഷം എന്താ? ഉജൂഹി യൗമഇദിൻ നാദിറാ ഇലാ റബ്ബിഹാ നാദിറാ. ചില മുഖങ്ങൾ ഇങ്ങനെ പ്രകാശിക്കുകയാണ്. അല്ലാഹുവിനെ കാണുമ്പോൾ അവിടെ ചില മുഖങ്ങൾ ഇങ്ങനെ പ്രകാശിക്കുകയാ. അല്ലാഹുവേ, നിന്നെ കാണുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, വമിനന്നാസി മയ്യശ്രീ നഫ്സഹു ഇബ്തിഗാ മർദാതില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. എന്റെ പ്രിയ
പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മങ്ങളും പ്രവർത്തനങ്ങളും ചെയ്ത ഒരുപാട് സത്യവിശ്വാസികളുണ്ട്. അവർക്ക് അള്ളാഹുവിന്റെ തൃപ്തി മതി, അവർക്ക് അള്ളാഹുവിന്റെ തൃപ്തി മതി. അവരതിനു വേണ്ടിയാണ് ജീവിച്ചത്. അവരെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്, വമിനന്നാസി മയ്യശ്രീ നഫ്സഹു ഇബ്തിഗാ മർളാതില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ചില ആളുകളുണ്ട്, അവർ അല്ലാഹുവിന്റെ തൃപ്തി തേടിക്കൊണ്ട് സ്വന്തം ജീവിതം തന്നെ അവർ വിൽക്കുന്നവരാ. അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. ഇന്നത്തെ യുവതലമുറ പഠിക്കേണ്ടതാണ്. ഇന്നത്തെ യുവതലമുറ പടച്ചവനെ വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബുമായി സമയം ചെലവഴിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വം അറിയണം. ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും മോഹങ്ങൾക്കും വേണ്ടി ഏത് മോശമായ കാര്യങ്ങളും ചെയ്യാൻ തയ്യാറാകുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഒരു ചില വിഭാഗം ആൾക്കാരുണ്ട്, അവര് സ്വന്തം ജീവിതം തന്നെ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി വിൽക്കുന്നവരാ. എന്നിട്ടോ പടച്ചവനെ അവർ അല്ലാഹുവിന്റെ സ്വർഗം നേടിയെടുക്കുന്നവരാ. ആരാണ് മുത്തുനബി ഇത് എവിടെ ഇരുന്നാണ് പറഞ്ഞതെന്നറിയുമോ? യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി ഉണ്ടല്ലോ, ആ സ്വഹാബിയുടെ ജനാസ ഖബറിന്റെ അകത്ത് ഇറക്കി വെക്കുമ്പോഴാ, അല്ലാഹുവേ, ഒരു സ്വഹാബിയുടെ ജനാസ 6 അടി മണ്ണിന്റെ അകത്തേക്ക് ഇറക്കി വെക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ മുഖം തിരിക്കുകയാണ്, മുത്തുനബി ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് പുഞ്ചിരി വരികയാ. എന്തോ കണ്ടുകൊണ്ട് പ്രവാചകൻ അവിടെ നിന്ന് മുഖമങ്ങ് തിരിക്കുകയാണ്. സ്വഹാബത്ത് അത്ഭുതപ്പെടുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഖബറിന്റെ ചാരത്ത് നിന്നപ്പോൾ, ഖബറിന്റെ ചാരത്ത് ജനാസ ഖബറടക്കുമ്പോ എന്തേ നബിയെ പുഞ്ചിരിച്ചത്? എന്തേ നബിയെ പുഞ്ചിരിച്ചത്? എന്തേ നബിയെ മുഖം തിരിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന് ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് അവിടെ ഒരു സ്വഹാബിയുടെ ജനാസ ഖബറടക്കുമ്പോ അവിടെ നിന്ന് മുഖം തിരിച്ചിട്ട് മുത്തുനബിയുടെ ചുണ്ടിലതാ പുഞ്ചിരി വരാറുള്ള കാരണം എന്താ? അവിടെ നിന്ന് പ്രവാചകൻ അവിടെ നിന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ആ സ്വഹാബിക്ക് വേണ്ടി സ്വർഗത്തിലെ ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, ആ സഹാബിയുടെ ജനാസയ്ക്ക് വേണ്ടി തമ്മിലടിക്കുകയാണ്. എനിക്ക് വേണം, എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരന്റെ ആത്മാവുണ്ടല്ലോ, അവിടുത്തെ റൂഹുണ്ടല്ലോ, ആ റൂഹിന് വേണ്ടി പെണ്ണുങ്ങൾ കിടന്ന് മത്സരിക്കുന്നത് കണ്ടതുകൊണ്ടാണ് സഹാബ ആ ഖബറിന്റെ ചാരത്ത് വെച്ചിട്ടാ മുത്തുനബി പറഞ്ഞു കൊടുത്തത്, മരിച്ചാൽ ഇതുപോലെ മരിക്കണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. അല്ലാഹു തന്ന ജീവിതം അല്ലാഹുവിന് കൊടുക്കണം. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പടച്ചറപ്പ് തന്ന ഈ ആയുസുണ്ടല്ലോ, അത് 30 ആകട്ടെ, 40 ആകട്ടെ, 50 ആകട്ടെ, 60 ആകട്ടെ, 70 ആകട്ടെ, എത്ര കൊല്ലമാണെങ്കിലും അത് അല്ലാഹുവിന് കൊടുക്കണം. എന്നിട്ട് വാങ്ങണം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗം തിരിച്ചു വാങ്ങാൻ കഴിയണം ചെറുപ്പക്കാരാ. അതിനു വേണ്ടിയാണ് ജീവിക്കേണ്ടത്, അതിനു വേണ്ടിയാണ് ജീവിക്കേണ്ടത്. അല്ലാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നവര് അല്ലാഹു അവരെ പുകഴ്ത്തി പറയുകയാ. അല്ലാഹുവിന് വേണ്ടി ജീവിക്കുന്നവർ, പടച്ചറപ്പിന്റെ തൃപ്തി നോക്കുന്നവർ, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നന്മകൾ ചെയ്യുന്നവർ, അവരെ കുറിച്ച് അല്ലാഹു പുകഴ്ത്തി പറയുകയാണ്. അവരാരെന്നറിയുമോ? വമസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഇബ്തിഗാഅ മർളാതില്ലാഹ് വതസ്ബീതൻ മിൻ അൻഫുസിഹിം കമസലിൽ ജന്നതി ബിറബുവത്തിൻ അസ്വാബഹാ വാബിൽ. അല്ലാഹുവിന്റെ തൃപ്തി തേടിയിട്ട്, അല്ലാഹുവിന്റെ തൃപ്തി തേടിക്കൊണ്ട് നല്ല മനസ്സോടുകൂടി പ്രവർത്തിച്ച് ഉറച്ചു നിൽക്കുന്നവരുണ്ടല്ലോ, സമ്പത്ത് ചെലവഴിക്കുന്നവരുണ്ടല്ലോ, സദഖ കൊടുക്കുന്നവരുണ്ടല്ലോ, വഴിപ്പെടുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളവരെ കുറിച്ച് അല്ലാഹു പറയുകയാ,
അല്ലാഹുവേ അവരെ കൊണ്ട് പടച്ചവന് തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹുവും അവരെ ഇഷ്ടപ്പെടുന്നു, അല്ലാഹുവും അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ തൃപ്തി കിട്ടാനുള്ള വഴി എന്താ? അല്ലാഹുവിൻ്റെ തൃപ്തി കിട്ടിയവരാരാണ്? സത്യവിശ്വാസികളുണ്ടല്ലോ, ശുഹദാക്കളുണ്ടല്ലോ, മലക്കുകളുണ്ടല്ലോ. അല്ലാഹുവിൻ്റെ തൃപ്തി ഒരു മനുഷ്യന് ലഭിച്ചാൽ എന്തിനാ സിറാജ് അള്ളാന്റെ തൃപ്തി കിട്ടിയിട്ട് ഞങ്ങൾക്കെന്ത് നേട്ടമാ എന്ന് ചോദിക്കുന്നവരുണ്ടല്ലോ. അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? പടച്ചവനെ, പ്രവാചകന്മാര്, ശുഹദാക്കള്, മലക്കുകള്, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മുഴുവനും ശഫാഅത്ത് ചെയ്യാനുള്ള കഴിവുണ്ട്. അള്ളാന്റെ തൃപ്തി ആർക്ക് ലഭിച്ചിട്ടുണ്ടോ, അത് ഏത് മനുഷ്യനാകട്ടെ, മലക്കാകട്ടെ, ആണാകട്ടെ, പെണ്ണാകട്ടെ, ആലിമാകട്ടെ, സാധാരണക്കാരനാകട്ടെ, ഏതെങ്കിലും ഒരു മനുഷ്യന് അല്ലാഹുവിന്റെ തൃപ്തി കിട്ടിയാ അല്ലാഹു അവനെ എങ്ങനെയാണ്, അല്ലാഹു അവന് കൊടുക്കുന്ന ഭാഗ്യം എന്തെന്നറിയുമോ? അവനിഷ്ടമുള്ളവർക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കാൻ, അവരിഷ്ടമുള്ളവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പടച്ച റബ്ബ് തൃപ്തിപ്പെട്ടാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാ അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാക്കൾ 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. അല്ലാഹുവിൻ്റെ അതിഥികൾക്ക് 400 പേരെ കൊണ്ടുപോകാം. അല്ലാഹുവിൻ്റെ ഖുർആൻ പഠിച്ചവന് 40 പേരെ കൊണ്ടുപോകാം. അല്ലാഹുവേ, ആലിമീങ്ങൾക്ക് 10 പേരെ കൊണ്ടുപോകാം. ഖുർആനിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അവർക്ക് ഇഷ്ടമുള്ളവരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ഇതുപോലെ പടച്ച റബ്ബ് നാളെ പരലോകത്ത് വെച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശഫാഅത്ത് ചെയ്യാനുള്ള കഴിവ് അല്ലാഹു കൊടുക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, യൗമഇദിൻ ലാ യൻഫഉ ശഫാഅതു ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ വറളിയ ലഹു ഖൗലാ. വെറുതെ പറഞ്ഞതല്ല, അള്ളയാണ് പറയുന്നത്. അന്നേ ദിവസം കാരുണ്യവാൻ ആരുടെ കാര്യത്തിൽ അനുമതി നൽകുകയും അവരുടെ വാക്ക് തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നുവോ അവനല്ലാതെ ശുപാർശന പ്രയോജനപ്പെടുകയില്ല. അല്ലാഹു തൃപ്തിപ്പെട്ടവർക്കാണ് അവിടുന്ന് ശഫാഅത്ത് ചെയ്യാറുള്ള അർഹത കൊടുക്കുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ തൃപ്തി നേടണേ, അല്ലാഹുവിന്റെ തൃപ്തി നേടണേ. ആ തൃപ്തിയില്ലാതെ നമുക്ക് രക്ഷയില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ നബിയേ? റസൂലുള്ളാഹി പറയുന്നു, സ്വഹാബാ, ചില നന്മകൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ. ഈ പറയുന്ന നന്മകൾ ജീവിതത്തിൽ ചെയ്താൽ അവൻ അല്ലാഹുവിന്റെ തൃപ്തിയുണ്ട്, അവൻ അല്ലാഹുവിന്റെ പൊരുത്തമുണ്ട്, അവൻ ഈമാനുള്ള മരണമുണ്ട്, അവൻ അല്ലാഹുവിന്റെ സ്വർഗമുണ്ട്, അവന് നാളെ പടച്ച റബ്ബിന്റെ ലിഖാ ഉണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ തൃപ്തി നേടണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ആരുടെ അല്ലാതെ നാട്ടുകാരുടെ തൃപ്തി കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? പറഞ്ഞങ്ങാതിമാർ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് നമുക്ക് നേടേണ്ടത്. അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ സഹാബത്ത് ചോദിക്കുകയാ, അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാൻ വല്ല വഴിയുമുണ്ടോ? അവിടെ നിന്ന് ചില നന്മകൾ പഠിപ്പിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില നന്മകൾ പറഞ്ഞു കൊടുത്തു. ആ നന്മകൾ ജീവിതത്തിൽ ചെയ്താൽ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഇപ്പോൾ ആമീൻ പറയാൻ ഒരു മടി. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അതോ നാട്ടുകാരുടെ തൃപ്തി മതിയോ? നാട്ടുകാരുടെ പായിപ്പാട് പള്ളിയിലെ ഖത്തീബ് ചെറുപ്രായമാണ്, നല്ല മനുഷ്യനാ, പടച്ചവനെ അല്ലേ, നലശയ്ക്ക്
എടാ പായിപ്പാട് കാര്യം സിറാജ് നല്ല പ്രസംഗിക്കും, നല്ല ഖുർആൻ ഓതും. എന്തോ എന്നാ ഗ്ലാമറെന്നറിയോ, പടച്ചവനെ എന്ത് രസമെന്നറിയോ, നല്ലവനാ. ഇവരന്മാരുടെ തൃപ്തി വല്ലതും കിട്ടിയിട്ട് എനിക്ക് വല്ലതും കിട്ടാണ്ടോ? ഈ പറയുന്നവന് തന്നെ അറിയാം ഈ പറയണ മൊത്തം കള്ളവാണ്, കേൾക്കണേ എനിക്കും അറിയത് മൊത്തം കള്ളവാണ് അല്ലേ? എന്തോ മെമ്പർ എന്തോ സംസാരിക്കാൻ, മെമ്പർ ഇന്ന് അവിടെ പോയിരിക്കണേ, എഴുന്നേറ്റ് പോപ്പ. നിങ്ങളെ നമ്മളോട് പിണക്കം എന്തോ അങ്ങോട്ട് വന്നിരി. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. നിങ്ങളൊക്കെ അല്ലേ ഇരിക്കേണ്ടത്. ഇന്ന് പ്രതിഷേധിക്കാൻ പോയത് കൊണ്ടായിരിക്കും. നിങ്ങളുടെ പ്രതിഷേധമൊക്കെ ഇല്ലായിരുന്നു, പള്ളി തുറക്കാത്തിൽ പ്രതിഷേധിച്ച് അൻസാരിയനൊക്കെ പോയതുണ്ട്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാട്ടുകാരുടെ തൃപ്തി വേണോ വേണ്ടാന്നല്ല, നാട്ടുകാരുടെ ഇപ്പോൾ പള്ളിയിലെ ഖത്തീബിന് നാട്ടുകാരുടെ തൃപ്തി വേണം. കാരണം നമ്മൾ മുമ്പ് എപ്പോഴും ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, 10 പേരുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല എന്ന് നബിയന റസൂലുള്ളാഹി. ഉറക്ക നബിയന റസൂലുള്ളാഹി. 10 വിഭാഗം ആൾക്കാർ എങ്ങനെ നിസ്കരിച്ചാലും അവരുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല. തഴമ്പ് എവിടെ ഉണ്ടെങ്കിലും താടി എത്ര ഉണ്ടെങ്കിലും, അത് ഉസ്താദാണെങ്കിലും. ആരാന്നറിയോ 10 വിഭാഗം? 10 വിഭാഗം നിസ്കരിച്ചിട്ട് ഒരു കാര്യമില്ല. ഓൻ എത്ര നിസ്കരിച്ചാലും അള്ളാഹു സ്വീകരിക്കൂല. അള്ളാഹു കാക്കുമാറാകട്ടെ. ആ 10 വിഭാഗം ആരെന്നറിയോ? അറിയോ? നാളെ പറഞ്ഞു തരാം. ഒരു വിഭാഗത്തെ ഇന്ന് പറയാം. ഒരു വിഭാഗത്തെ ഇന്ന് പറയാം. തൻ്റെ പുറകെ നിൽക്കുന്നവരൊന്നും ഇഷ്ടപ്പെടാത്ത ഇമാമിൻ്റെ നിസ്കാരം. തൻ്റെ പുറകിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ അംഗീകരിക്കണില്ല, അങ്ങനത്തെ ആളാ ഇമാമ നിൽക്കുന്നത്. അപ്പം അവൻ്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കൂല. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് പറയണ കൂടുതൽ കാലം നിൽക്കരുതെന്ന്. പാട്ടിന് പണ്ട് പഴഞ്ചൊല്ലുണ്ടല്ലോ, ഇപ്പം ശബ്ദം ഇടറി തുടങ്ങുമ്പോഴേ പാട്ട് നിർത്തണമെന്നില്ലേ അല്ലേ? അതങ്ങനല്ല. ഏതോ ഒരു പള്ളിയിൽ കയറുമ്പോൾ തന്നെ ഉണ്ട് 2 വർഷമാണ് എഗ്രിമെൻ്റ്. 2 വർഷം കഴിഞ്ഞാൽ മാറണം. അപ്പം അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറയുക എല്ലാ ഉസ്താദന്മാരും ജോലി ചെയ്യണ്ടേ, ഒരാൾ മാത്രം ഇങ്ങനെ 10-20 കൊല്ലം ഇരുന്നാലോ? 10-20 കൊല്ലം ഒരാൾ തന്നെ ഇരുന്നാലോ? ഓരോ വർഷവും പഠിച്ച് ഉസ്താദന്മാർ ഇറങ്ങിയല്ലേ അപ്പം ജോലി കിട്ടുന്നത്. ഭയങ്കര ഐഡിയ ആണ്. അള്ളാഹു ആലം. പടച്ചവൻ ആണവ കരാർ ഒപ്പിടുന്ന പോലെ ഒപ്പിടും അല്ലേ? ഓരോ കാര്യങ്ങളൊക്കെ എവിടെ പോയാലും എഴുതി വെക്കണം. നിങ്ങൾ പിന്നെ അങ്ങനെ ബുക്ക് വെക്കാത്തതുകൊണ്ട് രക്ഷപ്പെട്ട്. എവിടെ പോകണമെങ്കിലും കമ്മിറ്റിക്കാരോട്, സെക്രട്ടറിയോട് പറയണം, പ്രസിഡന്റിനോട് പറയണം, അനുവാദം വാങ്ങണം. വരിഞ്ഞ് മുറുക്കി കെട്ടിയിരുന്നതാണ്. ഇപ്പം അൽഹംദുലില്ലാഹ് എല്ലാത്തിനും തുറന്നു വിട്ടിരിക്കുക, ഒരു കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ടവര്, അപ്പം എന്താ പറഞ്ഞ, നിസ്കാരം സ്വീകരിക്കാത്ത 10 വിഭാഗത്തിൽ പെട്ടതാണ് എന്ത്? തൻ്റെ പുറകെ നിൽക്കണവരൊന്നും തൃപ്തിപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ ഒരു മനുഷ്യൻ. അത് ഉസ്താദ് മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഇമാമത്ത് നിൽക്കുക, പെട്ടെന്ന് പള്ളിയിൽ കയറി വന്നു, നിസ്കാരം നടക്കുന്നു, പുറകെ പോയി നിന്ന് തോണ്ടി നിസ്കരിക്കുമ്പോൾ പടച്ചനെ നിൽക്കണ ആരാ? അല്ലാഹ്. എന്നാലിച്ചേക്ക് തൃപ്തിയില്ലാത്തവരുടെ പുറകിൽ നിസ്കാരം തന്നെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോൾ 10 വിഭാഗത്തിൻ്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല. ഇൻഷാ അല്ലാഹ് നാളെ പഠിക്കാം. നമുക്ക് ഇന്ന് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്ന പടച്ചവന് പത്രം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാനുള്ള ഒന്നാമത്തെ വഴി, അള്ളാഹുവിൻ്റെ തൃപ്തി നേടാനുള്ള ഒന്നാമത്തെ വഴി എന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബിയുടെ ചരിത്രം അറിയുമല്ലോ. വലിയ ദേഷ്യമുള്ള പ്രവാചകനാണ് മൂസാ നബി. പെട്ടെന്ന് ദേഷ്യം വരും പ്രവാചകന്മാരിൽ. വല്ലാത്ത ആരോഗ്യവാനും പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ ജനതയെ സഹോദരന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് വാങ്ങുന്നതിന് വേണ്ടി അള്ളാഹു വിളിക്കുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം കൊടുക്കുന്നതിന് വേണ്ടി അള്ളാഹു അവിടെ നിന്ന് മൂസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചപ്പോ അവിടെ നിന്ന് ഖുർആൻ പറയുകയാണ്, വമാ അഅ്ജലക അൻ ഖൗമിക യാ മൂസാ ഖാലഹും ഉലായി അലാ അസരി വഅജ്ജൽതു ഇലൈക റബ്ബി ലിതർളാ. അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒന്നാമത്തെ നല്ല കാര്യം പഠിച്ചോ. ഇത് ചെയ്താൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ തൃപ്തിയുണ്ട്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹു തൗറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം കൊടുക്കുന്നതിന് വേണ്ടി മൂസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട സഹോദരനായ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ അവിടുന്ന് തന്റെ ജനതയെ ഏൽപ്പിക്കുകയാണ്. തന്റെ സഹോദരനാണ് ഹാറൂൻ. ഹാറൂൻ നബിയെ
നബിയെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ജനതയെ മുഴുവനും നീ നോക്കിക്കൊള്ളണം. തന്റെ ജനതയെ മുഴുവനും അവിടുത്തെ സഹോദരന്റെ കയ്യിലേൽപ്പിച്ചു. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് വാങ്ങുന്നതിന് വേണ്ടി തൂരി സീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് അവിടുന്ന് മൂസാ നബി അലൈഹിസ്സലാം കടന്നു പോവുകയാണ്. മൂസാ നബി അതാ തൂരി സീനാ പർവ്വതത്തിലേക്ക് അവിടുന്ന് കടന്നു ചെന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, മൂസാ, നിന്റെ ജനങ്ങളെ വിട്ടിട്ട് നീ തിറുതിപ്പെട്ടു വരാൻ കാരണമെന്താ? നിന്നെ വിളിച്ചപ്പോ നീ അതാ നിന്റെ ജനതയെ മുഴുവനും അവിടെ വിട്ടിട്ട് ഇത്രയും തിറുതിയിൽ നീ വരാനുള്ള കാരണമെന്താ? ആ സമയത്ത് അല്ലാഹു മൂസാ നബിയോട് ചോദിച്ചപ്പോ മൂസാ നബി പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? തൗറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം കൊടുക്കുന്നതിന് വേണ്ടി അല്ലാഹു മൂസാ നബിയെ വിളിച്ചപ്പോ മൂസാ നബി തന്റെ ജനതയെ മുഴുവനും ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് തിറുതിയിൽ പോയി. അല്ലാഹു ചോദിച്ചു, നീ എന്തിനാ ഇത്ര തിറുതി കാണിച്ചേ? നിന്റെ ജനതയെ നീ വിട്ടിട്ട് ഇത്രയും എളുപ്പത്തിൽ വരാനുള്ള കാരണമെന്താ? ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, രക്ഷിതാവേ, നിന്നെ തൃപ്തിപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ നിന്റെ അടുത്തേക്ക് തിറുതിപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് മൂസാ നബി അലൈഹിസ്സലാം. അല്ലാ, നീ എന്നെ തൃപ്തിപ്പെടണം, എനിക്ക് നിന്റെ തൃപ്തി വേണം. അല്ലാഹുവേ, നീ വിളിച്ചു, ഞാൻ പെട്ടെന്ന് എല്ലാം കളഞ്ഞിട്ട് എന്റെ ജനതയെ വരെ വിട്ടിട്ട് ഞാൻ ഇത്രയും പെട്ടെന്ന് ഓടി വരാനുള്ള കാരണം നീ എന്നെ തൃപ്തിപ്പെടുന്നതിന് വേണ്ടിയാണ് പടച്ചവനെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടണമെങ്കിൽ ഒന്നാമത്തെ വഴി നന്മയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മൂസാ നബിയുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഒന്നാമത്തെ കാര്യം നന്മയിൽ ധൃതി കാണിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നന്മയുടെ വിഷയത്തിൽ നിനക്ക് ധൃതിയായിരിക്കണം. നന്മയായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനുള്ള ഒരു ഉത്സാഹം ആദ്യം എനിക്ക് ചെയ്യണം. അവൻ ചെയ്യട്ടെ, ഇവൻ ചെയ്യട്ടെ, അവൻ കൊടുക്കട്ടെ, ഇവൻ കൊടുക്കട്ടെ, അല്ല, ഞാൻ കൊടുക്കണം. ആദ്യം ഞാൻ ചെയ്യണം. എന്റെ പ്രിയപ്പെട്ടവരെ, നന്മയുടെ കാര്യത്തിൽ തിന്മയുടെ കാര്യത്തിലല്ല. അവൻ അങ്ങനെ കാണിച്ചാൽ അതിനപ്പുറം കാണിക്കണം. തിന്മയുടെ വിഷയത്തിൽ ചിന്തിക്കുന്നത് അങ്ങനെ, എങ്കിലും നന്മയുടെ വിഷയത്തിൽ അങ്ങനെയല്ല. മത്സരിക്കണം സഹോദര, നന്മയുടെ കാര്യത്തിൽ നിങ്ങൾ മത്സരിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് അങ്ങനെയായിരുന്നു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് അങ്ങനായിരുന്നു. നന്മയുടെ വിഷയത്തിൽ മത്സരമായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്രയോ ചരിത്രം നമുക്കറിയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മത്സരിച്ച കഥ നമുക്കറിയാം. സദഖയുടെ വിഷയത്തിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പരാജയപ്പെടുത്താൻ ഉമർ തങ്ങൾ മത്സരിച്ച ചരിത്രം ഞാനും നിങ്ങളും കേട്ടവരാ, പഠിച്ചവരാ. സഹാബത്ത് അങ്ങനായിരുന്നു. ഒരു നല്ല കാര്യം പറഞ്ഞാൽ പിന്നെ ഒരു ചിന്തയുമില്ല. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എനിക്ക് ചെയ്യണം, മറ്റൊരാൾ ചെയ്യട്ടെ എന്നല്ല, ആദ്യം എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞുള്ളൊരു വാശി. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക അത് എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഫസ്തഈനൂ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. ധൃതി കാണിക്കാൻ ഖുർആൻ പറയുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നല്ലോ. ഇദാ നൂദിയ ലിസ്സലാത്തി യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. ധൃതി കാണിക്കാനാ പറഞ്ഞത്. നിങ്ങൾ വെള്ളിയാഴ്ച അല്ലെങ്കിൽ നിസ്കരിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇനി വെള്ളിയാഴ്ച തന്നെ കരുത്. 1:30 പള്ളിക്കകത്ത് കയറുമോ? 12:25 വാങ്ക് വിളിച്ചു. വെള്ളിയാഴ്ച ദിവസം അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ. മുസമ്മിൽ എല്ലാ ദിവസവും പറയും, എല്ലാ വെള്ളിയാഴ്ചയും.
എല്ലാ വെള്ളിയാഴ്ചയും പറയാറുണ്ട്. ഇതിനർത്ഥം അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? പറമേശന്മാരുണ്ടോ? ഇല്ല. എന്നാൽ എത്ര മണിക്കാ ജുമായ്ക്ക് വരുന്നേ? 12:25 ബാങ്ക് വിളിച്ചാൽ കറക്റ്റ് 1:15 1:20 ഖുതുബയ്ക്ക് ചിലപ്പോൾ 1:30 ഉസ്താദ് താഴെ ഇറങ്ങി കൈ കെട്ടുമ്പോൾ കയറും നമ്മൾ. അല്ലാഹ് പറഞ്ഞു ഫസ്ഔ ഇലാ ദിക്രില്ല, നീ ധൃതി കാണിക്ക്, വിളിച്ചു കഴിഞ്ഞാൽ കട അടച്ചിട്ട് വാടാ, എല്ലാം അടച്ചിട്ടിട്ട് നീ പള്ളിക്കകത്ത് കയറി. നമ്മൾ അങ്ങനെ ധൃതിയില്ല. എന്നാൽ വേറെ വല്ല കാര്യത്തിന് ധൃതി കാണിക്കാൻ പറഞ്ഞു നോക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുന്നു, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർള്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്നു, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനവും ആകാശഭൂമിയോളം വിശാലമായ സ്വർഗം, ആ സ്വർഗം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ധൃതി കാണിക്ക്. നിങ്ങളെ ധൃതി കാണിക്കേണ്ടത് ആ വിഷയത്തിന് വേണ്ടിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ആമിർ റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ സ്വഹാബത്തിന്റെ ചരിത്രമറിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുകയാണ്. ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗത്തെക്കുറിച്ച് പറയുകയാണ്. സ്വഹാബാ, സ്വർഗ്ഗത്തിന്റെ പരിമളം യുദ്ധക്കളത്തിൽ നിന്ന് അടിച്ചു വീശുന്നു. സ്വഹാബാ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് പറഞ്ഞപ്പോഴാണ് തന്റെ കഥ തന്നുകൊണ്ട് ചിരിക്കുകയാണ്. അതാ നിന്നുകൊണ്ട് ചിരിക്കുകയാണ്. എന്തിനാടാ ചിരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കേട്ടോ, സ്വർഗ്ഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നത്. അടുത്തത് ഞാനാണല്ലോ രണാങ്കണത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. അവസാനം ഊഴമെത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് ചോദിക്കുന്നു, നബിയേ, സ്വർഗ്ഗമുറപ്പാണോ നബിയേ? യുദ്ധക്കളത്തിൽ ഷഹീദായ സ്വർഗ്ഗമുറപ്പാണോ? ആണെന്ന് മുത്തുനബി പറയുമ്പോ തന്റെ കയ്യിലിരുന്ന കാരക്കയുടെ പകുതി അത് കടിക്കുന്ന സമയം പോലും എനിക്ക് ഈ ദുനിയാവില് ജീവിച്ചിരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബിയുടെ കയ്യിലേൽപ്പിച്ച് രണാങ്കണത്തിലേക്ക് ഇറങ്ങിപ്പോയത് എന്തുകൊണ്ടെന്നറിയുമോ? നന്മയിൽ അവർക്ക് മത്സരമായിരുന്നു. അവർക്ക് സ്വർഗത്തിൽ പോകാൻ കൊതിയായിരുന്നു. അള്ളാഹുവിന്റെ തൃപ്തി കിട്ടണമെന്ന് ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഒരു നല്ല കാര്യം പറയപ്പെട്ടാൽ, ഖുർആൻ ഓതണമെന്ന് പറഞ്ഞാൽ, ദിക്റുകൾ പറയണമെന്ന് പറഞ്ഞാൽ, സ്വലാത്ത് പറയണമെന്ന് പറഞ്ഞാൽ, നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ, പടച്ചവരെ, എന്ത് നല്ല കാര്യമാകട്ടെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യണം തമ്പുരാന്. ഓരോ വെള്ളിയാഴ്ചയും ഇവിടെ വന്നിരുന്ന ക്ലാസ് കേട്ട് തിരിഞ്ഞു പോകുമ്പോ ഇന്ന് 1 മണിക്കൂർ സമയം ചെലവഴിച്ചു. നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരുന്നു. അവസാനം ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോ ഇന്നത്തെ പ്രസംഗത്തിൽ ഉസ്താദ് എന്തോ ഒരു നന്മ പറഞ്ഞല്ലോ. അല്ലാഹുവേ, എനിക്കത് ചെയ്യണമല്ലോ. ആ ആഗ്രഹമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. ആഗ്രഹമാണ് നിങ്ങൾക്കും എനിക്കും വേണ്ടത്. അങ്ങനെ നന്മ ചെയ്യാനുള്ള മനസ്സ് നിനക്കുണ്ടോ? അല്ലാഹുവിന്റെ തൃപ്തി നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള ഒന്നാമത്തെ വഴി നന്മയിൽ മത്സരിക്കണം. അൽഹംദുലില്ലാഹ്, നമ്മളിപ്പോ ഒരു മത്സരത്തിലാണ്. വലിയ പെരുന്നാള് കടന്നു വരികയാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കൈകാലുകൾ കെട്ടിയിട്ട് മലർത്തി കിടത്തിയിട്ട് തന്റെ പൊന്നാര മകന്റെ കഴുത്ത് തിരിച്ചു വെച്ചിട്ട് തൊണ്ടക്കൊടിയിലേക്ക് കത്തിയെടുത്ത് വെച്ച് ഇബ്രാഹിം നബി തന്റെ പൊന്നാര
മകന് അറുത്തു കൊടുക്കാൻ തയ്യാറായതിന്റെ വാർഷികം കടന്നു വരികയാ. പടച്ചവനെ, വലിയ പെരുന്നാള് കടന്നു വരുമ്പോ മത്സരം കാണിക്ക ചെറുപ്പക്കാരാ. അല്ലാഹുവിന് വേണ്ടി ഒരു മൃഗം വാങ്ങിക്കൊടുക്കണമല്ലോ. ഒരാടിനെ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നവരങ്ങനെ, ഒരു പോത്തിനെ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നവരങ്ങനെ. പടച്ചവനെ, പായിപ്പാട് പള്ളിയിൽ അല്ലാഹുവിന് വേണ്ടി മൃഗങ്ങൾ അറുക്കുമ്പോ ഏറ്റവും നല്ലത് വേണം കൊടുക്കാൻ, ഏറ്റവും നല്ലത് വേണം കൊടുക്കാൻ. നല്ല രോമമുള്ള, കാണാനഴകുള്ള, കാണുന്നവൻ മുഴുവനും നല്ലതെന്ന് പറയുന്ന ഒരു മൃഗം, ഒരു ന്യൂനതയും പാടില്ല, ഒരു കുറവും പാടില്ല, മനോഹരമായത് വാങ്ങിക്കൊടുക്ക്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, അത് സിറാത്തിലെ വാഹനമാ. പടച്ചവനെ, നാളെ സ്വർഗത്തിൽ പോകാൻ അല്ലാഹുവിന് വേണ്ടി വലിയ പെരുന്നാള് കടന്നു വരുമ്പോ ഒരു ഷെയറിടാ എന്ന് പറയുമ്പോ ഒറ്റയ്ക്ക് വാങ്ങിക്കൊടുക്കാൻ എനിക്ക് പൈസയില്ല ഉസ്താദ്, 7 പേര് വരെ ചേരാമല്ലോ, ഒരു ഷെയറെങ്കിലും ചെയ്യും മനുഷ്യ, ആ സമയത്തുമില്ല എന്ന് പറയുന്നവനെ അല്ലാഹുവിന് വേണ്ടി കൊടുക്കാൻ, ദുനിയാവിൽ സഞ്ചരിക്കാൻ ലക്ഷങ്ങൾ കൊടുത്തു വാഹനം വാങ്ങാൻ കുഴപ്പമില്ല. പക്ഷേ നാളെ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന പാലം കടന്ന് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ ഒരു വാഹനം വാങ്ങിയിടാൻ പറഞ്ഞാൽ നമ്മളിൽ പലർക്കും പൈസയില്ലല്ലോ, നമ്മളിൽ പലരും പരാതി പറയുമല്ലോ, നമ്മളിൽ പലരും കച്ചവടത്തെ കുറിച്ച് പറയുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദര, എണ്ണയടിക്കണ്ട, മോഡല് മാറണ്ട. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, ആരെല്ലാം ഉദ്ഹിയ അറുത്തു കൊടുക്കുന്നുണ്ടോ അവരുടെ കബറിന്റെ മുകളിൽ നിൽക്കുകയാ. രോമങ്ങൾ മുഴുവനും സ്വർണമാ, രോമങ്ങൾ മുഴുവനും സ്വർണമാ. പടച്ചവനെ, എന്തൊരു മനോഹരമെന്നറിയുവോ. കാണുമ്പോ പോലും അത്ഭുതത്തോടുകൂടി ചോദിക്കുകയാണ്, നീ ആരാണ്, നീ ആരാ? കേരള എന്റെ മുകളില് ഞാൻ ആരെന്നറിയുമോ? വലിയ പെരുന്നാളിന് നീ പടച്ച റബ്ബിന്റെ തൃപ്തി കരുതിയിട്ട് നീ അറുത്തു കൊടുത്ത ഉദ്ഹിയ മൃഗമാ. എന്റെ മുകളിലേക്ക് കേറ്, നിന്നെ സ്വർഗത്തിലെത്തിക്കാമെന്ന് പറഞ്ഞ് കബറിന്റെ മുകളിൽ നാളെ ഉദ്ഹിയ മൃഗം വന്ന് നിൽക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഉദ്ഹിയ മൃഗത്തെ വാങ്ങുന്നതിന് വേണ്ടി പോകുന്നത് പ്രതിഫലമാ, സംസാരിക്കുന്നതിന് പ്രതിഫലമാ. ഉദ്ഹിയ മൃഗത്തെ കാണുമ്പോ ഇത് നല്ല ഒരു മൃഗമാണെന്ന് പറഞ്ഞ തസ്ബീഹിന്റെ കൂലിയാ, തസ്ബീഹിന്റെ കൂലിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മത്സരിക്കേണ്ടത് എവിടെയാണ്? കൊട്ടാരം പണിയാനല്ല, ആർഭാട വിവാഹങ്ങൾ നടത്താനല്ല, ലക്ഷങ്ങളുടെ വാഹനം വാങ്ങാനല്ല, ഏറ്റവും കൂടിയത് ശരീരത്ത് ധരിക്കാൻ വേണ്ടിയല്ല. പിന്നെ എന്തിനെന്നറിയുമോ? നന്മകൾക്ക് വേണ്ടി മത്സരിക്ക്, നന്മകൾക്ക് വേണ്ടി മത്സരിക്ക്. അല്ലാ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടി മത്സരിക്കൽ. അൽഹംദുലില്ലാ, എല്ലാവരും എന്താ നമ്മുടെ മെമ്പർ അൽഹംദുലില്ലാ പുതിയ വണ്ടി ഇറങ്ങിയപ്പോ പറമച്ചെന്തോപ്പ, നിങ്ങൾ എന്തിനാ വണ്ടി എന്ന് പറയുന്നത്? അള്ളാഹു തന്നിരിക്കുന്ന ഒരു ഇസ്സത്തല്ലേ, ഒരു അഭിമാനമല്ലേ? നല്ല വീട്, നല്ല ഭാര്യ, നല്ല മക്കൾ, സ്വന്തമായിട്ടുള്ള വീട്, സഞ്ചരിക്കാൻ വാഹനം. എന്താ അപ്പൊ ഒരു നല്ല വണ്ടി സഞ്ചരിക്കണ്ടേ? അപ്പൊ നല്ല വണ്ടി എവിടെ? പെട്രോൾ അടിച്ചാൽ 100 രൂപ കൊടുത്ത് എണ്ണ അടിച്ചാൽ 12 കിട്ടും മൈലേജ്. ഇന്നോവ ക്രിസ്റ്റയ്ക്ക് ഇല്ലേടാ, 12 13 100 രൂപയുടെ എണ്ണ അടിച്ച, സെഞ്ചുറി അടിച്ച എണ്ണ വരെ. പക്ഷെ അതുകൊണ്ട് ഇവിടെ പോയാൽ ടയർ പഞ്ചറായ റോഡിൽ കിടക്കും. ബെൻസായാലും ഓടിയായാലും എത്ര വലിയ കാറാണെങ്കിലും കിടക്കൂലേ? എണ്ണ തീർന്ന ഓടുവോ? എണ്ണ തീർന്ന ഓടുവോ? ഒരു പാണ്ടിലോറി കയറി വന്നാൽ കഴിഞ്ഞില്ലേ? പക്ഷെ അൽഹംദുലില്ലാ, വീടിന്റെ മുമ്പിൽ ബെൻസ് കാറുണ്ടെന്ന് പറയുന്നതിനേക്കാളും നല്ലത് സ്വർഗത്തിലേക്ക് ഇങ്ങനെ സിറാത്ത് പാലത്തിന്റെ മുകളിൽ കൂടെ പോകാനൊരു വാഹനം, സ്വർണത്തിന്റെ രോമം. അൽഹംദുലില്ലാ,
ഇത് മനോഹരമായിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നാളത്തെ ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ചു തരാം. ഒരു ഉദ്ഹിയ മൃഗത്തിന് വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ ആ മനുഷ്യൻ അല്ലാഹ് കൊടുക്കുന്ന പ്രതിഫലം, ആ മൃഗത്തിന്റെ മഹത്വം എന്താ. ഒരു വണ്ടി വാങ്ങിച്ചിട്ടിട്ടുണ്ട് നല്ലതുപോലെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ടാക്സ് ഉണ്ടോ? ടാക്സ് അടയ്ക്കണോ? ഇൻഷുറൻസ് പുതുക്കണോ? പോലീസ് പെറ്റിയടിക്കോ? ഇല്ല. അതിങ്ങനെ കബറിന്റെ ചാരത്ത് വന്ന് നിൽക്കും. കേറടാ, കേറിന്റെ മോൾ ആരച്ചെങ്കിൽ ഏത് ഉളുഹിയ മൃഗം കേറിങ്ങട്ട് ഇൻഷാ അല്ലാഹ്. ഒറ്റയ്ക്ക് പോകാൻ പറ്റുമെങ്കിൽ ഒരു വണ്ടിക്കകത്ത് ഒറ്റയ്ക്ക് പോകും. ഫാമിലിയെ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ ഇപ്പം എല്ലാവരും കൂടെ 7 പേര് ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ ആ വാലിലെങ്കിലും തൂങ്ങി പോകാൻ പറ്റുമല്ലോ, എനിക്ക് ആ വാലിലെങ്കിലും ഉളുഹിയ. ചിരിയടാ, ഉളുഹിയ മൃഗത്തിന്റെ വാലിൽ തൂങ്ങാൻ വേണ്ടിയൊക്കെ ഇരുന്നോ? വാലിലൊന്നുമല്ല ഇൻഷാ അല്ലാഹ്. ഞാൻ പറയുന്നത് അൽഹംദുലില്ലാ, പാപ്പ ഉമ്മ ഭാര്യ മക്കൾ എല്ലാവരും കൂടെ കയറണം. എല്ലാവരും ഭാര്യയും മക്കളും എല്ലാവരും കയറണം. അപ്പോഴാ ഷെയർ കൂടി ഒരു പാവപ്പെട്ടവൻ താഴെ നിൽക്കുക. എന്നെ കൂടെ മനസ്സിലാക്കണം. ഷെയർ കൂടി ഒരു പാവപ്പെട്ടവൻ നിൽക്കുക. അപ്പൊ ഞാൻ 7 പേര് വരെ കൂടാന്നല്ലേ. അപ്പൊ വാപ്പ ഉണ്ട്, ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ 6 പേരുണ്ട്. നോക്കുമ്പോ അടുത്തൊരടുത്ത് അവനെയും കയറ്റണ്ടേ. അപ്പൊ അൽഹംദുലില്ലാ, അതിനെക്കാലം നല്ലത് സ്വന്തമായിട്ട് ഇട്ടിട്ട് കഴിഞ്ഞ ഫാമിലി ഉൾപ്പെടെ പൊക്കൂടെ മെമ്പർ. ഇൻഷാ അല്ലാഹ് അതായത് മെമ്പർ നല്ലെണ്ണത്തിന് വാങ്ങിച്ചിട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഖജാൻജി ഉണ്ട്. ഖജാൻജിയുടെ ബസ്സിന്റെ പേരെന്താ? പാറക്കിൽ നിന്ന് വലിയൊരു വാഹനം പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു വോൾവോയാത്. അൽഹംദുലില്ലാ അവർ കുടുംബസമേതം ഒരു വണ്ടിയുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് ഷൗക്കണ്ണൻ്റെ വകയുണ്ട്, എല്ലാവരും ഉണ്ട്. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്ലംബിങ്ങും വയറിങ്ങൊക്കെ വണ്ടി വിളിച്ചു. അപ്പം ഷാജി അണ്ണേ പ്ലംബിങ്ങും വയറിങ്ങൊക്കെ ഷെയർ ഉണ്ടല്ലേ? അൽഹംദുലില്ലാ. നാസറണ്ണനോ ഇവിടെ ഷെയർ ഉണ്ട് ഇൻഷാ അല്ലാഹ്. അതിനിപ്പുറത്തിരിക്കുന്ന സൂപ്പർ മാർക്കറ്റോ തുടങ്ങിയ ആള് ആ നാസറണ്ണനും ഉണ്ടോ? ഷെയർ ഉണ്ടോ? ആ നാസറണ്ണ ഉണ്ടോ? ഷാജി തന്നെ ഒരു ഷെയർ എഴുതിക്കോ. കടയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇവിടെ ഇപ്പം എന്താ ഇൻഷാ അല്ലാഹ് ഒരു പേര് എഴുതിക്കോ. ഇൻഷാ അല്ലാഹ്. ഇനി ആരാ പോയി കൂട്ടത്തി? ശിഹാബണ്ണനുണ്ട്, പിന്നെ എല്ലാവരും ഉള്ളവരാ അൽഹംദുലില്ലാ. എടാ ചങ്ങായിമാരെ, നിങ്ങളൊന്നും പോന്നില്ലേ? റഫീഖ് അജ്മലൊക്കെ വലിയ മുതലാളിമാരാ. റഫീഖ്, അജ്മൽ, ഷിഹാബ് എല്ലാവരും കൂടെ നിങ്ങളൊക്കെ ഒരു പോത്തിനെ വാങ്ങണം. റഫീഖിന്റെ വീട്ടിൽ ഒരു പോത്തുണ്ട് ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന് സ്വാലിഹത്തായ ഒരു ഇണയെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. എന്താടാ എല്ലാവരും ചിരിക്കണം? അവന് വേണ്ടി ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ്. 2 ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള രണ്ടാമത്തെ വഴി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആളുകളുടെ വെറുപ്പ് നീ വകവെക്കാതെ അള്ളാഹുവിന്റെ തൃപ്തി തേടുന്നതിന് വേണ്ടി പ്രവർത്തിച്ചാൽ അള്ളാന്റെ തൃപ്തി നിനക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വളരെ വ്യക്തമായി കേൾക്കണം. ഷാജിയാണ് പിന്നെ എഴുതാം. സെക്രട്ടറിക്ക് പിന്നെ എല്ലാം എഴുതി കേട്ടോ. ആളുകളുടെ വെറുപ്പ് അല്ലേ, നാട്ടുകാർ വെറുക്കുമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്. നമ്മളൊക്കെ അങ്ങനെ നാട്ടുകാർ വെറുക്കുകയോ വെറുക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അള്ളാഹുടെ വെറുപ്പ് സമ്പാദിക്കരുത്. അള്ളാഹിക്ക് ഇഷ്ടമാണോ? അള്ളാഹുടെ തൃപ്തി കിട്ടുവോ? ഒരുത്തൻ്റെയും ഒന്നും നോക്കരുത്. പറയേണ്ടവൻ പറയട്ടെ. എന്താ പറയാറുണ്ട്, കുടത്തിന്റെ വാകെട്ടാൻ പറ്റും, മനുഷ്യന്റെ വാകെട്ടാൻ പറ്റും. നീ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുമെന്നുള്ള ഒരു കാര്യം, അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കരുതി എനിക്ക് റബ്ബിന്റെ തൃപ്തി ഉണ്ട് അൽഹംദുലില്ലാ, ഞാനിത് ചെയ്യുന്നതിലൂടെ എനിക്ക് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടും. നാട്ടുകാരെന്നെ വെറുക്കും. അപ്പൊ എന്ത് ചെയ്യണം? എനിക്ക് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടും, നാട്ടുകാരുടെ തൃപ്തിയില്ല. എന്നാൽ നാട്ടുകാരുടെ തൃപ്തി കിട്ടും, അള്ളാഹുവിന്റെ വെറുപ്പ് കിട്ടും. ഞാനപ്പോൾ ഇതിലേതാ ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാട്ടുകാരെ തള്ളണം, കുടുംബക്കാരെ തള്ളണം. അവരുടെ തൃപ്തിയും പൊരുത്തവുമല്ല നോക്കേണ്ടത്, അള്ളാഹുവിന്റെ തൃപ്തി. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഈ ഹദീസ് നിങ്ങൾ വ്യക്തമായി കേൾക്ക്. പടച്ചവനെ, നാട്ടുകാര് വെറുക്കും, കുടുംബക്കാര് വെറുക്കും എന്ന് പേടിച്ചിട്ട് അള്ളാഹുവിന്റെ ശാപം വാങ്ങുന്നവരെ, അള്ളാഹുവിന്റെ അതൃപ്തി നേടുന്നവരെ ഈ ഹദീസ് പഠിച്ചോ. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് മഹദി പറയുക, ആളുകളുടെ വെറുപ്പ് വകവെക്കാതെ ആരെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തി നേടുമ്പോ അള്ളാഹു അവനെ തൃപ്തിപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഈ പള്ളിയിലെ ഇമാമ, ഞാൻ പള്ളിയിലെ ഇമാമായിട്ട് ഞാൻ പലിശയെ കുറിച്ച് മിണ്ടാറേ ഇല്ല.
കാരണം എന്തേ, പലിശ കച്ചവടക്കാർ പലരും ഉണ്ട്. എന്നെ കാണുമ്പോൾ കൈ തരും, സലാം പറയും, വല്ലപ്പോഴും വീട്ടിൽ വിളിച്ചുകൊണ്ട് ചോറൊക്കെ തരും. പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുവോ? ചിലപ്പോൾ കമ്മിറ്റിക്കാർ തന്നെ കാണും, പിരിച്ചു വിട്ടുകളഞ്ഞാലോ. കള്ളു കുടിക്കുന്നവൻ കാണാം, പലിശ കച്ചവടം നടത്തുന്നവൻ കാണാം, പള്ളിക്ക് നിസ്കരിക്കാൻ കയറാത്തവൻ കാണാം. ഞാനപ്പോ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും എന്നെ കെട്ടിപ്പിടിച്ച് മുത്തം തരുവോ? പറ മനുഷ്യന്മാർ തരുവോ? തരൂല്ല. അവരെല്ലാരും എന്നെ വെറുക്കും, പക്ഷെ ഇത് പറഞ്ഞാൽ ആരുടെ തൃപ്തി കിട്ടും? അള്ളാഹുവിന്റെ തൃപ്തി കിട്ടും. പക്ഷെ ഇവന്മാരെ ബോധിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയാതിരുന്നാലോ? ഇവരെന്നെ ഇഷ്ടപ്പെടും, അള്ളാഹ് എന്നെ കൈയൊടിയും. എങ്കിലും റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഒരു പേടിയും വേണ്ട. അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് നാട്ടുകാർ വെറുക്കാതിരിക്കോ ഒന്നും നോക്കണ്ട. അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് നീ ഉള്ളത് തുറന്നു പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അള്ളാഹു നിന്നെ തൃപ്തിപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹ് നിന്നെ തൃപ്തിപ്പെടും. 2, നീ ഇവന്മാരൊക്കെ പിണങ്ങൂന്ന് വിചാരിച്ച ഈ ആൾക്കാരുണ്ടല്ലോ, അവന്മാരെ അള്ളാഹു നിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇപ്പൊ അതൊക്കെ ആണെങ്കിലും അവരും ഒരു ദിവസം പറയും, ആ മനുഷ്യൻ പറഞ്ഞല്ലോ. ഉള്ളത് പറയാനുള്ള അതാണ് നമ്മൾ ശത്രുക്കൾ പോലും ചില സമയത്ത് പറയാനുണ്ട്, എനിക്കവന് ഇഷ്ടമല്ല, എന്നാലും അൽഹംദുലില്ലാ അവരത് പറഞ്ഞല്ലോ, അത് ചെയ്തല്ലോ, അഭിമാനം. എന്റെ പ്രിയപ്പെട്ടവരെ, നാട്ടുകാരുടെ തൃപ്തി നോക്കാതെ അള്ളാഹുവിന്റെ തൃപ്തി നോക്കിയാ അള്ളാഹുടെ തൃപ്തിയും കിട്ടും. ഇവന്മാർ അള്ളാഹു നമ്മുടെ മുന്നിൽ കൊണ്ടുവരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മറിച്ചോ അള്ളാഹുടെ തൃപ്തി എനിക്ക് വേണ്ട, നാട്ടുകാരുടെ തൃപ്തിയാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കൂടെ നിന്ന എല്ലാം പോകും. ഇവിടവും പോയി, അവിടവും പോയി, രണ്ടും നഷ്ടപ്പെടും. അള്ളാഹുവിന്റെ വെറുപ്പ് വകവെക്കാതെ ആരെങ്കിലും ആളുകളുടെ തൃപ്തി തേടി പോയാൽ അള്ളാഹു അവനെ വെറുക്കും. ആളുകൾക്ക് അവനോടുള്ള വെറുപ്പ് അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇത് പറയാതിരുന്ന മച്ചട വാട, അളിയ വാട, ചക്കര വാട, വണ്ടി ഇതെല്ലാം ഉണ്ട്. നല്ല ഉസ്താദ് കൂടെ നടക്കും. പക്ഷേ ഈ പറഞ്ഞുകൊണ്ട് നടക്കണവന്റെ മനസ്സിലും അള്ളാഹു എന്നോടുള്ള വെറുപ്പ് കൊടുക്കും. അവന് ഒരു ദിവസം എന്നെ വെറുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. അതുകൊണ്ടൊരിക്കലും നന്മ പറയുന്ന വിഷയത്തിൽ മുഖം നോക്കേണ്ട കാര്യമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ദേഷ്യം ആദ്യം ഉണ്ടാകും, പക്ഷെ തിരിച്ച് അള്ളാഹു നമ്മളെ കൊണ്ടുവരും നമ്മുടെ മുന്നിൽ. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള രണ്ടാമത്തെ വഴി ആളുകളുടെ വെറുപ്പ് നോക്കരുത്, ആളുകളുടെ അതൃപ്തി നോക്കരുത്. അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി ധൈര്യമായിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ തൃപ്തി നിനക്ക് ലഭിക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കമ്മിറ്റിക്കാരൊക്കെ ഇത് നല്ലപോലെ കേൾക്കണം കേട്ടാ. ദീനിന്റെ വിഷയം നല്ല കാര്യം. വരുന്നവൻ പോകുന്നവൻ ഒന്നും നോക്കണ്ട, വോട്ട് കിട്ടുമോ കിട്ടത്തില്ല ഒന്നും നോക്കണ്ട, ഉള്ളത് പറഞ്ഞേക്കണം ധൈര്യമായിട്ട്. അതൊന്നും നോക്കേണ്ട കാര്യമില്ല. എത്ര വലിയ ശത്രുവാണെങ്കിൽ അള്ളാഹ് പറഞ്ഞല്ലോ, അവരെ നിന്റെ മുന്നിൽ കൊണ്ടുവരൂ. അള്ളാഹ് പറഞ്ഞിട്ടില്ലേ, അത് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും ഉള്ളത് പറഞ്ഞാൽ മതി. അള്ളാഹിന്റെ തൃപ്തി കരുതിയിട്ട് മുഖത്ത് നോക്കി പറയണം, പടച്ചവൻ കൊണ്ടുവരുന്നതിന്റെ കാൽച്ചുവട്ടിൽ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മനിത്തം സരിലാരിലല്ലാ ബിസഖത്തിന്നാസ് കഫാഹുല്ലാഹു മുഅ്നന്നാസ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന, ആരെങ്കിലും ജനങ്ങളുടെ വെറുപ്പ് സഹിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചിരിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിൽ നിന്ന് അല്ലാഹു അവനെ സംരക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പഠിച്ചോനെ, എനിക്ക് അള്ളാന്റെ തൃപ്തി മാത്രം മതി. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരുടെ മുന്നിൽ പോയി ഓച്ചാനിച്ച് നിൽക്കണമല്ലോ. ഇങ്ങനെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ മരക്ക നമ്മള് വെറുക്കും. അവന്മാരുടെ മുന്നിൽ പോയിട്ട് പഠിച്ചോൻ ഇങ്ങനെ ഓച്ചാനിച്ച് മുതലാളിയുടെ മുന്നിൽ പോയി നിൽക്കണമല്ലോ അല്ലേ? സ്റ്റാഫൊക്കെ പോയിട്ട് മുതലാളി ഇങ്ങനെയാണ് നിസ്കാരമില്ല, ഒന്നുമില്ല, അവന്റെ മുന്നിൽ പോയി നിൽക്കണമല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇല്ല, അള്ളാഹു നിനക്ക് സംരക്ഷണം തരും, അള്ളാഹു നിനക്ക് സംരക്ഷണം തരും, നീ പേടിക്കണ്ട. നീ അള്ളാഹുവിന്റെ തൃപ്തി നോക്കിയവനാ, നിന്നെ റബ്ബ് സഹായിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്നാൽ അള്ളാഹുവിന്റെ കോപമുണ്ടായാലും ജനങ്ങളുടെ തൃപ്തി ലഭിക്കണമെന്നാണ് ആശ്രയിക്കുന്നതെങ്കിൽ എല്ലാം പോയി. അവനെ അള്ളാഹു വെറുക്കും, നാട്ടുകാരുടെ ഉപദ്രവം അവന് സഹിക്കേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.